ഹലോ കൂട്ടുകാരെ, ജീവിതത്തിലെ എല്ലാ വഴിയും അടഞ്ഞു പോയെന്ന് കരുതി വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. ഒരിക്കൽ ഒരാളുടെ സഞ്ചിയിൽ നിന്നും 2 വിത്തുകൾ വളരെ പോഷകസമ്പൂർണമായ മണ്ണിലേക്ക് വീണു. 2 വിത്തുകൾക്കും ആ ഒരു അവസ്ഥയോട് ശരിക്കും ഭയം തോന്നി. അവർക്കത് ഒരു പുതിയ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ആദ്യത്തെ വിത്ത് പറഞ്ഞു, എനിക്ക് ഇവിടെ വളരണമെന്നുണ്ട്. എൻ്റെ വേര് മണ്ണിനുള്ളിലേക്ക് ആഴത്തിൽ പോകണം. എൻ്റെ മുള മണ്ണ് തുളച്ച് മുകളിലേക്ക് ഉയരണം. ഞാൻ എൻ്റെ ഇലകൾ വിരിച്ച് ഈ ലോകത്തെ അറിയണ്ടേ? ജീവജാലങ്ങൾക്കൊക്കെയും ഞാനൊരു മുതൽക്കൂട്ട് ആവട്ടെ. അങ്ങനെ അത് വളർന്നു. വേര് മണ്ണിനുള്ളിലേക്ക് പോയി. അത് മുളച്ചു മുകളിലേക്കുയർന്നു ഒരു മനോഹരമായ ചെടിയായി. പക്ഷേ രണ്ടാമത്തെ വിത്ത് പറഞ്ഞു, എനിക്ക് ഭയം തോന്നുന്നു. എൻ്റെ വേര് വളരെ ആഴത്തിൽ പോയാൽ എനിക്ക് ശ്വാസം മുട്ടില്ലേ? എൻ്റെ തളിരിലകൾ മണ്ണിൽ തുളച്ച് പുറത്തു വരുമ്പോൾ അത് തകർന്നു പോയാൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ നല്ലൊരവസരത്തിനായി കാത്തിരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വിത്ത് അവിടെ തന്നെ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പക്ഷി ആ മണ്ണിനടുത്തേക്ക് ഭക്ഷണം തേടി വന്നു. അത് രണ്ടാമത്തെ വിത്തിനെ തിന്നുകളഞ്ഞു. ഈ ഒരു ചെറിയ കഥയിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ധൈര്യമായി പ്രവർത്തിക്കുന്നവരാണ് എപ്പോഴും വളരുന്നത്. ഭയം കൊണ്ട് കാത്തിരിക്കുന്നവരൊക്കെ അവസരം നഷ്ടപ്പെടുത്തും. ഈ രണ്ടാമത്തെ വിത്ത് പോലെയാണിപ്പോൾ നമ്മളെല്ലാവരും. ഒന്നുകിൽ നമ്മൾ നമ്മുടെ സേഫ് സോൺ വിട്ട് പുറത്തു വരാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഉള്ളിലെ ഭയം നമ്മളെ പുതിയൊരു കാര്യം ചെയ്യാൻ അനുവദിക്കുന്നില്ല. എന്നും ഇതുപോലെ തുടർന്നാൽ വരാൻ പോകുന്ന വലിയ വിപത്തുകളുടെ ഉത്തരവാദി നമ്മൾ മാത്രമായിരിക്കുമെന്ന് ഓർക്കണം. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം. തോറ്റുപോയിക്കോട്ടെ, പക്ഷെ പരിശ്രമിക്കാതിരിക്കരുത്. എല്ലാവർക്കും നന്മകൾ ആശംസിക്കും.